പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, പ്ലസ് ടു അക്കൗണ്ടൻസി മാർച്ച് പരീക്ഷയ്ക്ക് മുന്നോടിയായി നമ്മൾ അക്കൗണ്ടൻസി പാർട്ട് 1ൻ്റെ ഫോക്കസ് ഏരിയ മാത്രം ഡിസ്കസ് ചെയ്ത ക്ലാസ്സുകൾ വേണമെന്ന് കുറേ കുട്ടികളുടെ ആവശ്യം അംഗീകരിച്ചുകൊണ്ട് ആ രീതിയിലുള്ളൊരു ക്ലാസ് ആരംഭിക്കുകയാണ്. പരീക്ഷയ്ക്ക് മുമ്പായി തന്നെ പ്ലസ് ടു അക്കൗണ്ടൻസിയുടെ പാർട്ട് 1ൻ്റെ 5 ചാപ്റ്ററാണുള്ളത്. പാർട്ട് 1ൽ ആ 5 ചാപ്റ്ററിലെയും ഫോക്കസ് ഏരിയ മാത്രമായി ഡിസ്കസ് ചെയ്യുന്ന ഒരു സീരീസ് ഇന്നത്തെ ഈ ക്ലാസ്സോട് കൂടി ആരംഭിക്കുകയാണ്. കോവിഡിൻ്റെ ഈ പ്രത്യേക സാഹചര്യത്തിൽ വിദ്യാർത്ഥികൾക്ക് സാധാരണ ക്ലാസ്സുകൾ ലഭ്യമല്ലാതിരിക്കുകയും പൂർണ്ണമായും ഏകദേശം ഓൺലൈനായി തന്നെ മുഴുവൻ ക്ലാസ്സുകളും പൂർത്തീകരിക്കുകയും ചെയ്ത ഒരു സാഹചര്യത്തിൽ വിദ്യാർത്ഥികൾക്ക് ഫോക്കസ് ചെയ്ത് പഠിക്കാനായി വിദ്യാഭ്യാസ വകുപ്പ് നൽകിയ ആ ഫോക്കസ് ഏരിയ അത് മാത്രമായി ഡിസ്കസ് ചെയ്യുന്ന കുറച്ച് ക്ലാസ്സുകൾ വേണമെന്ന് വിദ്യാർത്ഥികൾ ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ക്ലാസ് തയ്യാറാക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ആദ്യമായിട്ട് പാർട്ട് 1ലെ ചാപ്റ്റർ 1ലെ ഒരു ഭാഗമാണ് ഡിസ്കസ് ചെയ്യുന്നത്. പാർട്ട് 2 കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് ക്ലാസ്സുകൾ ആൾറെഡി നമ്മുടെ ഈ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പൂർണ്ണമായിട്ടും ഫോക്കസ് ഏരിയ കവർ ചെയ്തുകൊണ്ടാണ് ആ ക്ലാസ്സുകൾ മുന്നോട്ട് പോകുന്നത്. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് ഓപ്ഷണലായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് അത് ഉപയോഗപ്പെടുത്താവുന്നതാണ്. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചാപ്റ്റർ നമ്പർ 1 അക്കൗണ്ടിങ് ഫോർ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷനാണ് ചർച്ചയ്ക്ക് എടുക്കുന്നത്. ഡിപ്പാർട്ട്മെൻറ്റ് പുറത്തിറക്കിയിട്ടുള്ള ഫോക്കസ് ഏരിയ അനുസരിച്ച് ഈ ചാപ്റ്ററിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഏരിയ 1 മീനിങ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ, 2 അക്കൗണ്ടിങ് റെക്കോർഡ്സ് ഓഫ് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ, 3 റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട്, ആൻഡ് 4th ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. അതുകൂടാതെ ഡിഫറൻസസ് ബിറ്റ്വീൻ receipts and payments account and income and expenditure account, treatment of subscription in the financial statements of not for profit organization. ഇത്രയും ഭാഗങ്ങളാണ് ഫോക്കസ് ഏരിയ നമുക്ക് ചർച്ചയ്ക്ക് എടുക്കാനുള്ളത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ആദ്യത്തെ ഈ 3 പോയിന്റുകളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, മീനിങ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ. നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ആ പേരിൽ തന്നെയുണ്ട്, ആൻ ഓർഗനൈസേഷൻ വിച്ച് ഈസ് വർക്കിംഗ് നോട്ട് ഫോർ പ്രോഫിറ്റ്. ലാഭം ലക്ഷ്യമാക്കാതെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ. അത്തരം സ്ഥാപനങ്ങൾക്ക് എക്സാമ്പിൾസാണ് ക്ലബ്ബുകൾ, സ്കൂളുകൾ, അതുപോലെ റിലീജിയസ് ഓർഗനൈസേഷൻസ്, മറ്റു വെൽഫെയർ അസോസിയേഷൻസ് എറ്റ്സെട്ര. അപ്പോൾ നമുക്കിത് വിശദമായിട്ട് നോക്കാം. Organizations which are formed not to earn profit but to render services to its members and to the public is called not for profit organization. ലാഭം ഉണ്ടാക്കുക എന്ന ലക്ഷ്യമല്ലാതെ ആ സംഘത്തിൻ്റെ അല്ലെങ്കിൽ ആ അസോസിയേഷൻ്റെ, ആ ഓർഗനൈസേഷൻ്റെ അംഗങ്ങൾക്ക് സേവനം നൽകുക, അതോടൊപ്പം തന്നെ പബ്ലിക്കിനും ആവശ്യമായ, പൊതുജനങ്ങൾക്ക് ആവശ്യമായ മറ്റു സേവനങ്ങൾ നൽകുക എന്ന ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളെയാണ് നമ്മൾ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. സച്ച് ഓർഗനൈസേഷൻസ് ഇൻക്ലൂഡ് ക്ലബ്സ്, ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബുകൾ, അതുപോലെ ഹോസ്പിറ്റൽസ്, ദെൻ ലൈബ്രറീസ്, വായനശാലകൾ, സ്കൂളുകൾ, റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ, അമ്പലം, പള്ളി, ചർച്ച് എറ്റ്സെട്ര, വെൽഫെയർ ഓർഗനൈസേഷൻസ്, മറ്റു പെയിൻ ആൻഡ് പാലിയേറ്റീവ് ക്ലിനിക്കുകൾ പോലെയുള്ള അല്ലെങ്കിൽ മറ്റു തരത്തിൽ പൊതുജനങ്ങളുടെ അല്ലെങ്കിൽ അംഗങ്ങളുടെ ക്ഷേമം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളെയൊക്കെ നമുക്ക് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്നാണ് പറയുന്നത്. ഈ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. മെയിൻ എയിം ഈസ് ടു സർവീസ്, സേവനം ചെയ്യുക എന്നുള്ളതാണ്. ആ സ്ഥാപനങ്ങളുടെ, ആ ഓർഗനൈസേഷൻ്റെ അംഗങ്ങൾക്ക് അതോടൊപ്പം പൊതുജനങ്ങൾക്കും സ്പെസിഫിക് ആയിട്ടുള്ള സേവനങ്ങൾ നൽകുന്ന സ്ഥാപനങ്ങളാണ് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ. ഒരു ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബാണെങ്കിൽ ആ ക്ലബിൻ്റെ പ്രവർത്തന മേഖല എന്ന് പറഞ്ഞാൽ സ്പോർട്സിനെയും ആർട്സിനെയും
പ്രൊമോട്ട് ചെയ്യുക, ഫുട്ബോൾ, ക്രിക്കറ്റ് തുടങ്ങിയ ഗെയിംസിനെ പ്രോത്സാഹിപ്പിക്കുക, ആ ക്ലബിൻ്റെ അംഗങ്ങളിൽ അത്ലറ്റുകൾ ഉണ്ടെങ്കിൽ അവരുടെ കഴിവുകളെ വാർത്തെടുക്കാനുള്ള പ്രവർത്തനങ്ങൾ നടത്തുക, അതുപോലെ ആ ക്ലബിൻ്റെ പരിസര പ്രദേശങ്ങളിൽ ജീവകാരുണ്യ, സാമൂഹ്യ, സാംസ്കാരിക പ്രവർത്തനങ്ങൾ നടത്തുക. ഇതൊക്കെയാണ് ആ ക്ലബിൻ്റെ ലക്ഷ്യം. അതുപോലെ ഹോസ്പിറ്റലിൻ്റെ ലക്ഷ്യം അവിടുത്തെ പൊതുജനങ്ങൾക്ക് ആരോഗ്യ പരിപാലനത്തിൽ അവരെ സഹായിക്കുക തുടങ്ങിയ കാര്യങ്ങളാണ്. അപ്പോൾ ലൈബ്രറികളാണെങ്കിൽ അതിൻ്റെ അംഗങ്ങൾക്ക് വായിക്കാൻ ആവശ്യമായ പുസ്തകങ്ങൾ എത്തിച്ചു നൽകുക, അത് ശേഖരിക്കുക, അത് വിതരണം ചെയ്യുക. ഇങ്ങനെ ഓരോ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷനും അതിൻ്റേതായ ചില സേവന ലക്ഷ്യങ്ങൾ മാത്രമാണ് ഉണ്ടായിരിക്കുക. ഒരിക്കലും ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയല്ല ഇത്തരം സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നത്. ദെൻ സെറ്റപ്പ് ആസ് ചാരിറ്റബിൾ ട്രസ്റ്റ് ഓർ സൊസൈറ്റീസ്. ഇത്തരം സ്ഥാപനങ്ങൾ ഫോം ചെയ്യുന്നത് ഒന്നുകിൽ ചാരിറ്റബിൾ ട്രസ്റ്റുകളോ അല്ലെങ്കിൽ സൊസൈറ്റീസ് ആയിട്ടോ ആയിരിക്കും. സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്തിട്ടാണ് ഇത്തരം സംഘടനകൾ അല്ലെങ്കിൽ അസോസിയേഷൻസ് പ്രവർത്തിക്കുന്നത്. സബ്സ്ക്രൈബേഴ്സ് ആർ കോൾഡ് മെമ്പേഴ്സ്. ഒരു ബിസിനസ് ഓർഗനൈസേഷൻ പ്രവർത്തിക്കുന്നത് ഒന്നുകിൽ സോൾ പ്രൊപ്പറേറ്റർഷിപ്പോ, പാർട്ട്ണർഷിപ്പോ, ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയോ, ജോയിൻറ്റ് ഹിന്ദു ഫാമിലി ബിസിനസ്സോ അങ്ങനെയൊക്കെ ആയിരിക്കും. നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ പ്രവർത്തിക്കുന്നത് ഇങ്ങനെ സൊസൈറ്റികളോ അല്ലെങ്കിൽ ട്രസ്റ്റുകളോ ആയിട്ടായിരിക്കും. അപ്പോൾ ആ സൊസൈറ്റിയുടെ ആ ട്രസ്റ്റുകളിലെ അത് ഫോം ചെയ്യുന്ന ആളുകൾ, അവരെ നമ്മൾ പറയുന്ന പേര് മെമ്പേഴ്സ് എന്നാണ്. ബിസിനസ് സ്ഥാപനങ്ങളാണെങ്കിൽ സോൾ ട്രേഡർ, പാർട്ട്ണർ, ഷെയർ ഹോൾഡർ എന്നൊക്കെ രീതിയിലാണ് നമ്മൾ അവരെ പറയുക. പ്രോഫിറ്റ് എൻറ്റിറ്റികളുടെ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാണ്? ഓണേഴ്സാണ്. അവർ പാർട്ട്നേഴ്സ് ആവാം, ഷെയർ ഹോൾഡേഴ്സ് ആവാം, അങ്ങനെ ആരും ആവാം. ഇവിടെ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ സബ്സ്ക്രൈബേഴ്സ്, അതിൻ്റെ കോൺട്രിബ്യൂട്ടറീസ് എന്ന് പറഞ്ഞാൽ മെമ്പേഴ്സാണ്. ദെൻ മാനേജ്ഡ് ബൈ എ കമ്മിറ്റി എലക്റ്റഡ് ഫ്രം ഇറ്റ്സ് മെമ്പേഴ്സ്. ഇത്തരം സ്ഥാപനങ്ങളെ നയിക്കുന്നത്, അത് മാനേജ് ചെയ്യുന്നത് ആരാണ്? ആ മെമ്പർമാരിൽ നിന്നും സെലക്ട് ചെയ്യപ്പെടുന്ന ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി ആയിരിക്കും ഇത്തരം സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ദെൻ മേജർ സോഴ്സ് ഓഫ് ഇൻകം ആർ സബ്സ്ക്രിപ്ഷൻസ്, ഡൊണേഷൻ, ഗ്രാൻഡ് എറ്റ്സെട്ര. നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ പ്രധാന വരുമാന മാർഗങ്ങൾ എന്ന് പറഞ്ഞാൽ അംഗങ്ങളിൽ നിന്ന് ശേഖരിക്കുന്ന വരിസംഖ്യ, സബ്സ്ക്രിപ്ഷൻ, അതുപോലെ ഡൊണേഷൻ, പൊതുജനങ്ങളിൽ നിന്നോ മെമ്പർമാരിൽ നിന്നോ അംഗങ്ങളിൽ നിന്നോ ശേഖരിക്കുന്ന സംഭാവനകൾ, അതുപോലെ ഗവൺമെൻറ്റിൽ നിന്നോ മറ്റു ഓർഗനൈസേഷൻസിൽ നിന്നോ ലഭിക്കുന്ന ഗ്രാൻറ്റുകൾ, ഇതൊക്കെയാണ് ഇവരുടെ വരുമാന മാർഗങ്ങൾ. ദെൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ്. ബിസിനസ് സ്ഥാപനങ്ങൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് തയ്യാറാക്കുന്നത് നമുക്കറിയാം, ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റുമാണ്. ഇവിടെ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷനും കൃത്യമായ അക്കൗണ്ടിങ് ആവശ്യമുണ്ട്. ഈ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്, അതുപോലെ ബാലൻസ് ഷീറ്റുമാണ്. ദെൻ സർപ്ലസ് നോട്ട് ഡിസ്ട്രിബ്യൂട്ടഡ് എമംഗ് ഇറ്റ്സ് മെമ്പേഴ്സ് ബട്ട് ആഡഡ് ടു ക്യാപിറ്റൽ ഫണ്ട്. ഒരു നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ ഫീച്ചേഴ്സാണ് നമ്മൾ ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തത്. ദെൻ നമുക്ക് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഫ് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ. ഒരു നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഏതൊക്കെയാണ് എന്ന് ചോദിച്ചാൽ 3 എണ്ണമാണ് നമുക്ക് പറയാൻ കഴിയുക. 1 റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട്, 2 ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്, 3 ബാലൻസ് ഷീറ്റ്. ദെൻ ഫസ്റ്റ് റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട്. റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ the receipts and payments account is a real account which is prepared as a summary of cash and bank transactions. Receipts and payments account ഒരു റിയൽ അക്കൗണ്ട് ആണ്. റിയൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ അക്കൗണ്ട്സ് ഓഫ് അസറ്റ്സ്. റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് ക്യാഷ് ബാങ്ക് ട്രാൻസാക്ഷൻ്റെ ഒരു സമ്മറിയാണ്, ഒരു ആകത്തുക. ഒരു നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷനിൽ ഒരു ഫിനാൻഷ്യൽ പീരിയഡിൽ നടന്ന എല്ലാ ക്യാഷ് അതുപോലെ ബാങ്ക് ട്രാൻസാക്ഷൻ്റെ സമ്മറിയാണ് റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട്. നമ്മളൊരു ബിസിനസ് ഓർഗനൈസേഷൻ്റെ ക്യാഷ് ബുക്ക് എന്താണോ അതേ പർപ്പസാണ് റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് ഒരു നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷനിൽ ഫുൾഫിൽ ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു ക്യാഷ് ഓർ ബാങ്ക് ട്രാൻസാക്ഷൻസിൻ്റെ സമ്മറിയാണ്. അതുകൊണ്ട് ഇതൊരു അസറ്റ് അക്കൗണ്ടാണ്. അസറ്റ് അക്കൗണ്ടിനെയാണ് നമ്മൾ റിയൽ അക്കൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് ഡെബിറ്റഡ് വിത്ത് ഓൾ ക്യാഷ് റെസീപ്റ്റ്സ് ആൻഡ് ക്രെഡിറ്റഡ് വിത്ത് ഓൾ ക്യാഷ് പേയ്മെൻറ്റ്സ്. ഇതിൻ്റെ ഡെബിറ്റ് സൈഡിൽ അഥവാ റെസീപ്റ്റ് സൈഡിൽ എല്ലാ ക്യാഷ് റെസീപ്റ്റുകളെയും റെക്കോർഡ് ചെയ്യുന്നു. ഇതിൻ്റെ പേയ്മെൻറ്റ് സൈഡിൽ
അഥവാ ക്രെഡിറ്റ് സൈഡിൽ എല്ലാ ക്യാഷ് പേയ്മെൻറ്റും നമ്മൾ റെക്കോർഡ് ചെയ്യുന്നു. നമുക്ക് ഈ റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫീച്ചേഴ്സ് ഓഫ് റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട്. ഒന്ന്, ഇറ്റ് ഈസ് എ റിയൽ അക്കൗണ്ട്. ഇതൊരു അസറ്റ് അക്കൗണ്ടാണ്. അസറ്റ് അക്കൗണ്ടുകളെയാണ് നമ്മൾ റിയൽ അക്കൗണ്ട് എന്ന് പറയുന്നത്. ക്യാഷ് ബാങ്ക് ഇടപാടുകൾ രേഖപ്പെടുത്തുന്ന അല്ലെങ്കിൽ അതിൻ്റെ സമ്മറി ആയിട്ടുള്ള റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് ഒരു അസറ്റ് അക്കൗണ്ടാണ്. സോ ഇറ്റ് ഈസ് എ റിയൽ അക്കൗണ്ട്. ദെൻ ഇറ്റ് ഈസ് എ സമ്മറി ഓഫ് ക്യാഷ് ബുക്ക്. ഒരു ബിസിനസ് ഓർഗനൈസേഷൻ്റെ ക്യാഷ് ബുക്കിന് തുല്യമായിട്ടുള്ള നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ആണ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ റെക്കോർഡാണ് റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ സമ്മറി ഓഫ് ക്യാഷ് ബുക്ക്. ദെൻ ഓൾ റെസീപ്റ്റ്സ് ആർ ഡെബിറ്റഡ് ആൻഡ് ഓൾ പേയ്മെൻറ്റ്സ് ആർ ക്രെഡിറ്റഡ്. എല്ലാ റെസീപ്റ്റുകളും ക്യാഷ് റെസീപ്റ്റുകളും ഡെബിറ്റ് ചെയ്യുന്നു, എല്ലാ ക്യാഷ് പേയ്മെൻറ്റുകളും ക്രെഡിറ്റ് ചെയ്യുന്നു. ദെൻ ഇറ്റ് യൂഷ്വലി സ്റ്റാർട്ട്സ് വിത്ത് ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ക്യാഷ് ഇൻ ഹാൻഡ് ഓർ അറ്റ് ബാങ്ക്. ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് തൊട്ട് മുമ്പത്തെ വർഷത്തെ ക്ലോസിംഗ് ബാലൻസ് ഓഫ് ക്യാഷ് അല്ലേ. ഒരു പുതിയ ഫിനാൻഷ്യൽ ഇയറിൻ്റെ ഓപ്പണിങ്ങിൽ റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിൽ ആദ്യം കാണുന്ന അല്ലെങ്കിൽ രേഖപ്പെടുത്തുന്ന ഐറ്റം ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ക്യാഷ് ഇൻ ഹാൻഡും അതുപോലെ ക്യാഷ് അറ്റ് ബാങ്ക് ഉണ്ടെങ്കിൽ ക്യാഷ് അറ്റ് ബാങ്കും ആയിരിക്കും. ദെൻ ഇറ്റ് യൂഷ്വലി എൻഡ്സ് വിത്ത് ക്ലോസിംഗ് ബാലൻസ് ഓഫ് ക്യാഷ് ആൻഡ് അറ്റ് ബാങ്ക്. റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൻ്റെ അവസാനം ഇതിൻ്റെ ക്ലോസിംഗ് ബാലൻസ് ഓഫ് ക്യാഷ് ഇൻ ഹാൻഡും അതുപോലെ ക്ലോസിംഗ് ബാലൻസ് ഓഫ് ക്യാഷ് അറ്റ് ബാങ്കും ആയിരിക്കും. ഇറ്റ് ഇൻക്ലൂഡ്സ് ഓൾ റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് ഓഫ് ക്യാപിറ്റൽ ആൻഡ് റവന്യൂ നാച്ചർ. റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൽ രേഖപ്പെടുന്ന ക്യാഷ് റെസീപ്റ്റുകളാണെങ്കിലും ക്യാഷ് പേയ്മെൻറ്റുകളാണെങ്കിലും നമ്മൾ അതിൻ്റെ നാച്ചർ പരിഗണിക്കേണ്ട കാര്യമില്ല. എല്ലാ തരത്തിലുള്ള റെസീപ്റ്റുകളും എല്ലാ തരത്തിലുള്ള പേയ്മെൻറ്റുകളും റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യാവുന്നതാണ്. ക്യാപിറ്റൽ നാച്ചറിലുള്ള റെസീപ്റ്റോ റവന്യൂ നാച്ചറിലുള്ള റെസീപ്റ്റോ എന്ന് നമ്മൾ ക്ലാസിഫൈ ചെയ്യേണ്ട കാര്യമില്ല. നമ്മുടെ ഓർഗനൈസേഷനിലേക്ക് വരുന്ന ക്യാഷ് അത് ഏത് നാച്ചറിലുള്ളതാണെങ്കിലും അതിൻ്റെ റെസീപ്റ്റ് സൈഡിൽ രേഖപ്പെടുത്താം. നമ്മൾ കൊടുക്കുന്ന പേയ്മെൻറ്റ്, ഒരു നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ കൊടുക്കുന്ന പേയ്മെൻറ്റ് അത് ക്യാപിറ്റൽ നാച്ചറായാലും റവന്യൂ നാച്ചറായാലും നമ്മുടെ റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൻ്റെ പേയ്മെൻറ്റ് സൈഡിൽ രേഖപ്പെടുത്താവുന്നതാണ്. അപ്പോൾ അതിൻ്റെ ക്ലാസിഫിക്കേഷൻ്റെ യാതൊരു ആവശ്യവുമില്ല. വളരെ ഈസി ആയിട്ട് നമുക്കത് ചെയ്യാവുന്നതാണ്. Then it includes all receipts and payments relating to current, previous and subsequent years. Receipts and payments അക്കൗണ്ടിൽ ക്യാഷ് റെസീപ്റ്റും ക്യാഷ് പേയ്മെൻറ്റും രേഖപ്പെടുത്തുമ്പോൾ നമ്മളത് ഏത് വർഷത്തെ എന്ന് ആലോചിക്കേണ്ട കാര്യമില്ല. കഴിഞ്ഞ വർഷങ്ങളിലെ അരിയർ ആയിട്ടുള്ള ഏതെങ്കിലും റെസീപ്റ്റുകൾ ക്യാഷ് റെസീപ്റ്റുകൾ ഉണ്ടാവുകയാണെങ്കിലും നമ്മൾ ഈ വർഷത്തെ റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൽ രേഖപ്പെടുത്താം. അല്ലെങ്കിൽ വരാനിരിക്കുന്ന വർഷങ്ങളിലേക്കുള്ള നമുക്ക് കിട്ടേണ്ട ഏതെങ്കിലും എമൗണ്ട് ആരെങ്കിലും അഡ്വാൻസ് ആയിട്ട് നമ്മുടെ സ്ഥാപനത്തിലേക്ക് തന്നു കഴിഞ്ഞാലും നമുക്കതിൻ്റെ റെസീപ്റ്റ് സൈഡിൽ രേഖപ്പെടുത്താം. അതുപോലെ പേയ്മെൻ്റ് ആണെങ്കിലും കഴിഞ്ഞ വർഷം നൽകാനുള്ള പേയ്മെൻറ്റ് ഈ വർഷം കൊടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അടുത്ത വർഷം കൊടുക്കേണ്ട പേയ്മെൻറ്റ് അഡ്വാൻസ് ആയി കൊടുക്കുകയാണെങ്കിൽ ഈ വർഷം കൊടുത്ത പേയ്മെൻറ്റുകൾ എക്സ്പെൻസുകൾ അങ്ങനെയുള്ള ക്ലാസിഫിക്കേഷനൊന്നും നമുക്ക് റെസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ ആവശ്യമില്ല. ഏത് വർഷത്തേക്കുള്ള പേയ്മെൻറ്റോ ഏത് വർഷത്തേക്കുള്ള റെസീപ്റ്റോ ആണെങ്കിലും നമുക്ക് കറണ്ട് ഇയറിലെ റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൽ രേഖപ്പെടുത്താവുന്നതാണ്. ഇത് നമ്മൾ അടുത്തായി നോക്കുന്നത് ഒരു റെസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ ഫോർമാറ്റ് ഇതിലെന്തെല്ലാം ഉൾക്കൊള്ളുന്നു. നമ്മൾ ആൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇതിൻ്റെ ഒരു റെസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ഓപ്പണിംഗ് ബാലൻസ് ആണ്. ടു ബാലൻസ് ബ്രോ ഡൗൺ ക്യാഷ് ബാങ്ക് ടോട്ടൽ എമൗണ്ട് കോളത്തിലേക്ക് മാറ്റി എഴുതുക. അതായത് നമുക്ക് ലഭ്യമായ മറ്റു എല്ലാ റെസീപ്റ്റുകളെയും തിരിച്ചറിയുക. ഒരു നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ, ഒരു ക്ലബ്ബാവട്ടെ, ഹോസ്പിറ്റലാവട്ടെ, സ്കൂളാവട്ടെ, റിലീജിയസ് ഓർഗനൈസേഷൻസോ അല്ലെങ്കിൽ ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻസോ ആവട്ടെ, അവിടുത്തെ എല്ലാ റെസീപ്റ്റുകളെയും യാതൊരു തരത്തിലുള്ള ക്ലാസിഫിക്കേഷനും കൂടാതെ ഏത് വർഷത്തെയാണെന്ന് പരിഗണിക്കാതെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഓപ്പണിംഗ് ബാലൻസിന് ശേഷം എഴുതി വെക്കാം. ഇവിടെ നമുക്ക് നോക്കാം, സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ വരിസംഖ്യയാണ്. മെയിൻ സോഴ്സ് ഓഫ് ഇൻകം ആണ് ഒരു നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ മെമ്പർമാരിൽ നിന്നും കളക്ട് ചെയ്യുന്ന മാസാമാസമോ അല്ലെങ്കിൽ വർഷത്തിലൊരിക്കലൊക്കെ ആയി കളക്ട് ചെയ്യുന്ന സബ്സ്ക്രിപ്ഷൻ. അതുപോലെ ജനറൽ ഡൊണേഷൻസ്, സംഭാവനകൾ, സെയിൽ ഓഫ് ന്യൂസ് പേപ്പർ, പഴയ പേപ്പറുകളൊക്കെ വിറ്റ് കിട്ടുന്ന ക്യാഷ്, അതുപോലെ സെയിൽ ഓഫ് പീരിയോഡിക്കൽസ്, സെയിൽ ഓഫ് സ്പോർട്സ് മെറ്റീരിയൽസ്, ലോക്കർ റെൻറ്റ് ഒരു വരുമാന മാർഗമാണ്.
അതുപോലെ സെയിൽ ഓഫ് സ്ക്രാപ്പ്, പഴയ സാധനങ്ങളൊക്കെ വിറ്റ് കിട്ടുന്ന എമൗണ്ട്, പ്രൊസീഡ്സ് ഓഫ് ഷോ, എന്തെങ്കിലും പ്രോഗ്രാമുകൾ കണ്ടക്ട് ചെയ്യുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്തെങ്കിലും ഷോസൊക്കെ സംഘടിപ്പിക്കാം. അപ്പോൾ ആ ക്ലബ്ബുകളൊക്കെ അല്ലെങ്കിൽ ഇത്തരം ഓർഗനൈസേഷൻസ് സംഘടിപ്പിക്കുന്ന ആ ഷോകളിൽ നിന്നുള്ള വരുമാനമാണ് പ്രൊസീഡ്സ് ഓഫ് ഷോ. മിസ്ലേനിയസ് റെസിപ്റ്റ്, എൻട്രൻസ് ഫീ, ഏതെങ്കിലും പുതിയ ആളുകളെ നമ്മൾ ചേർക്കുമ്പോൾ, നമ്മളെ സംഘടനയിലേക്ക് ചേർക്കുമ്പോൾ വാങ്ങുന്ന ഫീസ്, ഗ്രാൻഡ് ഇൻ എയ്ഡ്, ഗവൺമെൻറ്റിൽ നിന്നുള്ള അല്ലെങ്കിൽ പഞ്ചായത്തിൽ നിന്നൊക്കെയുള്ള ഗ്രാൻറ്റുകൾ, അതുപോലെ ലീഗസി എന്ന് പറഞ്ഞാൽ ഒരു മരിച്ചുപോയ ഒരാളുടെ വിൽപ്പത്രപ്രകാരം ഒരു ക്ലബിനോ അല്ലെങ്കിൽ മറ്റു ഓർഗനൈസേഷനോ ലഭിക്കുന്ന എമൗണ്ടിനെയാണ് ലീഗസി എന്ന് പറയുന്നത്. ദെൻ ലൈഫ് മെമ്പർഷിപ്പ് ഫീ, സ്പെസിഫിക് ഡൊണേഷൻ തുടങ്ങിയിട്ടുള്ള എല്ലാ തരം റെസിപ്റ്റുകളും റെസിപ്റ്റ് സൈഡിൽ എഴുതാം. ഇതിന് 2 സൈഡുണ്ട്, റെസിപ്റ്റ് സൈഡ്, പേയ്മെൻറ്റ് സൈഡ്. അതുപോലെ എല്ലാ ക്യാഷ് പേയ്മെൻറ്റുകളും ഇവിടെ പേയ്മെൻറ്റ് സൈഡിൽ എഴുതാം. ഇവിടെ ബൈ ബാലൻസ് ബ്രോഡ് ഔൺ, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓപ്പണിംഗ് ബാലൻസിൽ ക്യാഷ് ഇൻ ഹാൻഡ് എഴുതി, ക്യാഷ് അറ്റ് ബാങ്ക് എഴുതി, അല്ലേ? ചില സമയത്ത് ബാങ്കിന് ഓവർ ഡ്രാഫ്റ്റ് ആണെങ്കിൽ ഈ ബാങ്ക് എന്ന് പറയുന്ന എമൗണ്ട് ഈ റെസിപ്റ്റ് സൈഡിൽ കാണില്ല, പകരം നമ്മൾ എഴുതേണ്ടത് ക്രെഡിറ്റ് സൈഡിലാണ്, അത് ഓവർ ഡ്രാഫ്റ്റ് ആയിരിക്കും. ഓക്കെ. ദെൻ മറ്റു പേയ്മെൻറ്റുകളെല്ലാം വേജസ് ആൻഡ് സാലറീസ്, റെൻറ്റ്, റേറ്റ്സ് ആൻഡ് ടാക്സസ്, ഇൻഷുറൻസ്, പ്രിൻറ്റിംഗ് ആൻഡ് സ്റ്റേഷനറി തുടങ്ങിയിട്ടുള്ള ഒരു നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ മുഴുവൻ ചെലവുകളും മറ്റു ക്യാപിറ്റൽ റവന്യൂ നാച്ചറിലുള്ള ഏത് നാച്ചറാണെങ്കിലും എല്ലാ തരം പേയ്മെൻറ്റുകളുമാണ് നമ്മളിവിടെ ക്രെഡിറ്റ് സൈഡിൽ എഴുതുന്നത്. അപ്പോൾ എല്ലാ റെസിപ്റ്റുകളും രേഖപ്പെടുത്തി, എല്ലാ പേയ്മെൻറ്റുകളും രേഖപ്പെടുത്തിയതിന് ശേഷം നമ്മൾ ഈ അക്കൗണ്ടിനെ ബാലൻസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ക്ലോസിംഗ് ബാലൻസ് ഓഫ് ക്യാഷ് ഇൻ ഹാൻഡും ക്യാഷ് അറ്റ് ബാങ്കും ആയിരിക്കും. ഓക്കെ. അപ്പോൾ നമുക്കിതൊന്നൊരു എക്സാമ്പിളിൻ്റെ സഹായത്തോട് കൂടിയിട്ട് ഒന്ന് ചെയ്തു നോക്കാം. ഫ്രം ദ ഫോളോയിങ് പെർട്ടിക്കുലേഴ്സ് റിലേറ്റിംഗ് ടു സിൽവർ പോയിൻറ്റ്, പ്രിപ്പയർ എ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ഫോർ ദ ഇയർ എൻഡിങ് March 31, 2017. താഴെ കുറേ റെസിപ്റ്റുകളും പേയ്മെൻറ്റുകളുമാണ് തന്നിട്ടുള്ളത്. ഇതൊരു അക്കൗണ്ട് ആണെന്ന് തെറ്റിദ്ധരിക്കേണ്ട, ജസ്റ്റ് ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്തു എന്നുള്ളൂ. അക്കൗണ്ട് അല്ല, കുറേ റെസിപ്റ്റുകളും പേയ്മെൻറ്റുകളും ഉണ്ട്. ഇത് ഉപയോഗിച്ച് നമ്മളോട് ആ സിൽവർ പോയിൻ്റ് എന്ന് പറയുന്ന ക്ലബിൻ്റെ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് തയ്യാറാക്കാനാണ് പറഞ്ഞത്. അപ്പോൾ ഈ ഡീറ്റെയിൽസിൽ ആദ്യത്തായിട്ടാണ് ഓപ്പണിംഗ് ക്യാഷ് ബാലൻസ് 1000 rupees, 1000 രൂപ ഓപ്പണിങ്ങിൽ, ഫിനാൻഷ്യൽ ഇയർ സ്റ്റാർട്ടിങ്ങിൽ ഈ സ്ഥാപനത്തിൻ്റെ കയ്യിൽ ബാലൻസ് ഉണ്ട്. ഓപ്പണിംഗ് ബാങ്ക് ബാലൻസ്, ആ സമയത്ത് ബാങ്കിലുള്ള ഡെപ്പോസിറ്റ് 7200 രൂപയാണ്. ദെൻ സബ്സ്ക്രിപ്ഷൻ കളക്റ്റഡ് ഫോർ 2015-16 500, 2016-17 7600, 2017-18 ₹900, ടോട്ടൽ 9000 രൂപ സബ്സ്ക്രിപ്ഷനായി കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ഫിനാൻഷ്യൽ ഇയർ എന്ന് പറഞ്ഞാൽ April 1, 2016 മുതൽ March 31, 2017 വരെയാണ്. അപ്പോൾ കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിലേക്കുള്ള 500 രൂപയും കറണ്ട് ഫിനാൻഷ്യൽ ഇയറിലേക്കുള്ള 7600 രൂപയും അടുത്ത സാമ്പത്തിക വർഷത്ത് കിട്ടേണ്ട 900 രൂപയും അതെല്ലാം ഉൾപ്പെടെ അഡ്വാൻസായി തന്നതാണ് 900, 500 അരിയർ നേരത്തെ തരാനുള്ള ആളുകൾ തന്നതാണ്. ഈ വർഷത്തെ കറണ്ട് ഫിനാൻഷ്യൽ ഇയറിലുള്ള സബ്സ്ക്രിപ്ഷനാണ് 7600, എല്ലാം കൂടി ടോട്ടൽ 9000 രൂപ കിട്ടിയിട്ടുണ്ട്. ദെൻ സെയിൽ ഓഫ് റിഫ്രഷ്മെൻറ്റ്. സെയിൽ ഓഫ് റിഫ്രഷ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും പ്രോഗ്രാമൊക്കെ നടക്കുന്ന സമയത്ത് നമ്മൾ ടീ ഷോപ്പ് അല്ലെങ്കിൽ ജ്യൂസ് ഷോപ്പൊക്കെ നടത്തി അതിൽ നിന്നൊക്കെ കിട്ടുന്ന ആ ഒരു പ്രോഫിറ്റോ അല്ലെങ്കിൽ വരുമാനത്തെയാണ് നമ്മൾ സെയിൽ ഓഫ് റിഫ്രഷ്മെൻറ്റ് എന്ന് പറയുന്നത്. ദെൻ എൻട്രൻസ് ഫീ റിസീവ്ഡ് മറ്റൊരു റെസിപ്റ്റാണ്. ദെൻ സെയിൽ ഓഫ് ഓൾഡ് സ്പോർട്സ് മെറ്റീരിയൽ. ഇവിടെ സ്പോർട്സ് മെറ്റീരിയൽസ് പഴയത് വിറ്റ വകയിൽ കിട്ടിയതാണ്. അതുപോലെ ഡൊണേഷൻ റിസീവ്ഡ് ഫോർ പവലിയൻ, പ്രത്യേക സ്റ്റേഡിയം പവലിയൻ ഉണ്ടാക്കാൻ വേണ്ടി കിട്ടിയ ഡൊണേഷൻ. ദെൻ റെൻറ്റ് പെയ്ഡ്, എക്സ്പെൻസാണ്, വാടക. സ്പോർട്സ് മെറ്റീരിയൽ പർച്ചേസ്, സ്പോർട്സ് മെറ്റീരിയൽ വാങ്ങിയത്. അതുപോലെ പർച്ചേസ് ഓഫ് റിഫ്രഷ്മെൻറ്റ്, നമ്മൾ റിഫ്രഷ്മെൻറ്റിന് ആവശ്യമായ ചില വാങ്ങലുകൾ നടത്തിയത്, അതിൻ്റെ എന്തെങ്കിലും ഐറ്റംസ് വാങ്ങിയത്. ദെൻ എക്സ്പെൻസ് ഫോർ മെയിൻ്റനൻസ് ഓഫ് ടെന്നീസ് കോർട്ട്, ടെന്നീസ് കോർട്ട് പരിപാലിക്കാൻ വേണ്ടി വന്ന ചിലവ്. അതുപോലെ സാലറി പെയ്ഡ്, ശമ്പളം കൊടുത്തത്. ടൂർണമെൻറ്റ് എക്സ്പെൻസ്. ദെൻ ഫർണിച്ചർ പർച്ചേസ്ഡ്, ഇതൊക്കെ പേയ്മെൻറ്റുകളാണ്. ഓഫീസ് എക്സ്പെൻസസ്. ദെൻ ക്ലോസിംഗ് ക്യാഷ് ഇൻ ഹാൻഡ്. ഇത്രയും സംഭവങ്ങളാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇതുപയോഗിച്ച് നമ്മളെങ്ങനെ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ചെയ്യാം? നമ്മൾ എന്തേ നോക്കണ്ടുള്ളൂ, റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ തന്നിട്ടുള്ള ഡീറ്റെയിൽസിലെ ക്യാഷ് റെസിപ്റ്റുകൾ ഏതൊക്കെയാണ്, ക്യാഷ് പേയ്മെൻറ്റുകൾ ഏതൊക്കെയാണ് എന്ന് തിരിച്ചറിയാൻ മാത്രമേ വേണ്ടുള്ളൂ. മറ്റുള്ള യാതൊരു തരത്തിലുള്ള ക്രൈറ്റീരിയയും ഇതിൽ അപ്ലൈ ചെയ്യേണ്ടതില്ല. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഇതൊന്ന് ചെയ്ത് നോക്കാം. റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് ഫോർ
the year ended 31st March 2017. നമുക്ക് ആദ്യം റെസിപ്റ്റ് സൈഡ് ഒന്ന് എഴുതി തുടങ്ങാം. ഒരു റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ക്യാഷ് ഇൻ ഹാൻഡും ക്യാഷ് അറ്റ് ബാങ്കും വെച്ചിട്ടാണ്. ടു ബാലൻസ് ബ്രോ ഡൗൺ, ക്യാഷ് എത്രയാണ്? 1000 രൂപ എഴുതി. ദെൻ നെക്സ്റ്റ് ബാങ്ക്, ഓപ്പണിംഗ് ബാങ്ക് ബാലൻസ് 7200 രൂപ. ദെൻ നമുക്ക് എല്ലാ റെസിപ്റ്റുകളും ഇതിൽ റെക്കോർഡ് ചെയ്യാം. ദെൻ സബ്സ്ക്രിപ്ഷൻസ്, വരിസംഖ്യ കിട്ടിയത്, നമ്മളിവിടെ ക്ലാസിഫിക്കേഷനൊന്നും നടത്തേണ്ട, മുഴുവൻ വർഷങ്ങളിലേക്കുമായി കിട്ടിയ ടോട്ടൽ എമൗണ്ടിന് റെസിപ്റ്റ് സൈഡിൽ രേഖപ്പെടുത്താം. ദെൻ നെക്സ്റ്റ് എന്താ? സെയിൽ ഓഫ് റിഫ്രഷ്മെൻറ്റ്സ് 1000 രൂപ. ദെൻ എൻട്രൻസ് ഫീ റിസീവ്ഡ് ₹1000. ദെൻ സെയിൽ ഓഫ് ഓൾഡ് സ്പോർട്സ് മെറ്റീരിയൽസ് 1200 രൂപ. ദെൻ ഡൊണേഷൻ റിസീവ്ഡ് ഫോർ പവലിയൻ 4600 രൂപ. ഇത്രയും റെസിപ്റ്റുകളുണ്ട്. ഇനി പേയ്മെൻറ്റുകൾ, ക്യാഷ് പേയ്മെൻറ്റുകൾ ഏതൊക്കെയാണ്? ഒന്ന് റെൻറ്റ് പെയ്ഡ് 3000 രൂപ. ദെൻ സ്പോർട്സ് മെറ്റീരിയൽസ് പർച്ചേസ് 4800 രൂപ. ദെൻ പർച്ചേസ് ഓഫ് റിഫ്രഷ്മെൻറ്റ്സ് 600 രൂപ. ദെൻ മെയിൻ്റനൻസ് എക്സ്പെൻസ് ഫോർ ടെന്നീസ് കോർട്ട് 2000 രൂപ. ദെൻ സാലറി പെയ്ഡ് 2500 രൂപ. ടൂർണമെൻറ്റ് എക്സ്പെൻസസ് 2400 രൂപ. ഫർണിച്ചർ പർച്ചേസ്ഡ് 1500 രൂപ. ഓഫീസ് എക്സ്പെൻസ് 1200 രൂപ. ഇപ്പോൾ നമ്മുടെ എല്ലാ പേയ്മെൻറ്റുകളും ഇതുപോലെ എൻ്റർ ചെയ്തിട്ടുണ്ട്. റെസിപ്റ്റുകൾ ഡെബിറ്റ് സൈഡിൽ എഴുതി, പേയ്മെൻറ്റുകൾ പേയ്മെൻറ്റ് സൈഡിൽ അഥവാ ക്രെഡിറ്റ് സൈഡിൽ എഴുതിയിട്ടുണ്ട്. ദെൻ നമ്മൾ ഇതിനെ ബാലൻസ് ചെയ്യണം. ബാലൻസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ക്ലോസിംഗ് ബാലൻസ് ഓഫ് ക്യാഷ് ഇൻ ഹാൻഡ് ഇവിടെ ഡയറക്റ്റ് നമുക്ക് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അതുകൂടി എഴുതുക, ക്ലോസിംഗ് ബാലൻസ് ഓഫ് ക്യാഷ് ഇൻ ഹാൻഡ്. ദെൻ ഇനി ഇത് ബാലൻസ് ചെയ്യുമ്പോൾ കിട്ടുന്നത് നമുക്ക് ക്ലോസിംഗ് ബാലൻസ് ഓഫ് ക്യാഷ് അറ്റ് ബാങ്ക് ആയിരിക്കും. ദെൻ ബാലൻസ് ചെയ്യാൻ വേണ്ടി എന്താ ചെയ്യേണ്ടത്? നമ്മൾ ആദ്യം ഇതിൻ്റെ റെസിപ്റ്റ് കോളം ടോട്ടൽ ചെയ്തു. ദെൻ അതിനെ പേയ്മെൻറ്റ് സൈഡിലേക്ക് മാറ്റി എഴുതി ഇതിൻ്റെ ഡിഫറൻസ് എത്ര ഉണ്ടെന്ന് നോക്കുക. ഈ ഡെബിറ്റിലുള്ള ടോട്ടലും ക്രെഡിറ്റിലുള്ള ടോട്ടലും തമ്മിലുള്ള ഡിഫറൻസ് എടുക്കുക, അഥവാ റെസിപ്റ്റ് മൈനസ് പേയ്മെൻറ്റ്സ്, അതാണ് ചെയ്യുന്നത്. അപ്പോൾ ആ വ്യത്യാസം ബാലൻസിങ് ഫിഗറായിട്ട് നമുക്ക് 6600 രൂപ കിട്ടുന്നു. അപ്പോൾ നമ്മൾ നോക്കുക, ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ക്യാഷ് ഇൻ ഹാൻഡും ക്യാഷ് അറ്റ് ബാങ്കും ആദ്യം എഴുതുക, എല്ലാ റെസിപ്റ്റുകളെയും റെസിപ്റ്റ് കോളത്തിൽ എഴുതുക, എല്ലാ പേയ്മെൻറ്റുകളെയും പേയ്മെൻറ്റ് കോളത്തിൽ എഴുതുക. ദെൻ ക്ലോസിംഗ് ബാലൻസ് ആയിട്ട് ക്യാഷോ ബാങ്കോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുകൂടി ചേർക്കുക. അതിനുശേഷം ബാലൻസ് ചെയ്ത് കിട്ടുന്ന എമൗണ്ട് ഒന്നുകിൽ ക്യാഷ് അറ്റ് ബാങ്ക് അല്ലെങ്കിൽ ക്യാഷ് ഇൻ ഹാൻഡ് ക്ലോസിംഗ് ബാലൻസ് ആയിട്ട് രേഖപ്പെടുത്തുക. ഇങ്ങനെയാണ് റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്ര മാത്രമാണ് ഡിസ്കസ് ചെയ്യുന്നത്. അക്കൗണ്ടിങ് ഫോർ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്ന ഈ ചാപ്റ്ററിൻ്റെ നെക്സ്റ്റ് ക്ലാസ് അടുത്ത ദിവസം തന്നെ നൽകാം. ഓക്കെ, താങ്ക് യു.